അങ്ങനെ 7 വർഷം കൊണ്ട് അൽഫല എന്ന സ്ഥാപനത്തിലൂടെ, സർവകലാശാലയിലൂടെ ഭീകരക്കൂട്ടങ്ങളെ അടവിച്ച് വിരിയിക്കുന്ന ഒരു സ്ഥാപനമായി അത് മാറിയോ എന്ന് ചോദിച്ചാൽ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 400 കോടിയിലധികം രൂപ വാരിക്കൂട്ടിയാണ് അൽഫല ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. ED ഈ ഭീകര കേന്ദ്രത്തിനെതിരെ ശക്തമായ തെളിവുകൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അൽഫലയുടെ സ്ഥാപനങ്ങൾ വിട്ട് ഡോക്ടർമാർ ഓടിക്കിതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജെയ്ഷെ ഭീകരരുടെ വനിതാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് വലിയൊരു ഭീകരാക്രമണത്തിനുള്ള പദ്ധതിയും ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പല പ്രമുഖ നഗരങ്ങളും കേരളമടക്കം ഇവരുടെ റഡാറിലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചെങ്കോട്ടയ്ക്ക് സമീപം ഭീകരാക്രമണം നടത്തിയ ശേഷം ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്താനായി ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. ദേശീയ മാധ്യമത്തിലൂടെ NIA-യുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകിയ സൂചനയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്രമണം നടത്താൻ വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ ജെയ്ഷെ നേതാക്കൾ ശ്രമിച്ചെന്നാണ് റിപ്പോർട്ട്. സ്ത്രീകളുടെ നേതൃത്വത്തിലും ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ജെയ്ഷെ ഭീകരർ പദ്ധതിയിട്ടിരുന്നു. ചവേർ ആക്രമണം കൂടാതെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള ആക്രമണ പരമ്പരകളായിരുന്നു ഇവരുടെ ലക്ഷ്യം. കൊടും ഭീകരനായിട്ടുള്ള മസൂദ് അസറിന്റെ സഹോദരി സാദിയെയാണ് ജെയ്ഷയുടെ വനിതാ യൂണിറ്റിനെ നയിക്കുന്നത്. നേരത്തെ തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു. സാദിയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി, അതുപോലെ ഭീകരരുടെ ഭാര്യമാർക്കും അമ്മമാർക്കും പെങ്ങന്മാർക്കുമായി ഒക്കെ തന്നെ ചെറിയ അളവിലുള്ള ഓൺലൈൻ കോഴ്സുകളിലൂടെ ഭീകരവാദം എങ്ങനെയെന്നുള്ളത് പഠിക്കാമെന്നും ഭീകരരായി മാറാമെന്നുമുള്ള ഒരു റിക്രൂട്ട്മെന്റ് പാകിസ്ഥാനിൽ നടന്നിരുന്നു. നേരത്തെ അറസ്റ്റിലായിട്ടുള്ള മുഖ്യപ്രതി ഷാഹിന സയ്യിദ് ആക്രമണത്തിന് ധനസഹായം നൽകിയിരിക്കുമെന്നുള്ള സൂചനയുണ്ട്. ഇപ്പോൾ ഭീകരരുടെ താമസം, ഭക്ഷണം, വസ്ത്രം ഇതിനുവേണ്ടിയൊക്കെയുള്ള പണം സ്വരൂപിച്ചു കൊടുത്തതും ഇത്തരത്തിലായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ കണ്ടെത്തുമെന്നാണ് NIA ഉറപ്പിച്ചിരിക്കുന്നത്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് അങ്ങനെ ഫരീദാബാദ് ആസ്ഥാനമായിട്ടുള്ള അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കും അവരുടെ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ തന്നെ അന്വേഷണം ഇപ്പോൾ എത്തിച്ചേരുന്നത്. വ്യാപകമായ ക്രമക്കേടുകൾ, ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തിയിരിക്കുന്നു, ഇക്കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരിക്കുകയാണ്. വ്യാജ അംഗീകാരം കാണിച്ച് ഈ സ്ഥാപനങ്ങളിലൂടെ വൻ ലാഭം നേടിയെടുക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തതെന്ന് ED കോടതിയിൽ വ്യക്തമാക്കി പറയുന്നു. കഴിഞ്ഞ 7 വർഷം കൊണ്ട് അൽഫല സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയത് 1ഉം 2ഉമല്ല 415 കോടി രൂപയെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈപ്പറ്റിയ പണവും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അൽഫല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ എടുത്തു പറയുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ അൽഫല സ്ഥാപകനും ചെയർമാനുമായിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ചൊവ്വാഴ്ച ED അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ ചോദ്യം ചെയ്തു. വിവരങ്ങൾ ആരാഞ്ഞപ്പോഴാണ് ഇതേക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കോടതി ഇയാളെ ഡിസംബർ 1 വരെ 13 ദിവസത്തേക്കാണ് EDയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം PMLA പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളും ആദായ നികുതി റിട്ടേണുകളുമൊക്കെ ഒരൊറ്റ പാൻ നമ്പറിന് കീഴിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് സാമ്പത്തിക നിയന്ത്രണം ഒരൊറ്റ ട്രസ്റ്റിന് കീഴിലായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കള്ളപ്പണ കേസിൽ അറസ്റ്റിലായിട്ടുള്ള സിദ്ദിഖിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതുപോലുള്ള പല വിവരങ്ങളും പുറത്തു വന്നത്. 1995 സെപ്റ്റംബർ 8-നായിരുന്നു അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിതമായത്. അന്ന് തുടക്കം മുതൽ ഇന്നുവരെയും സിദ്ദിഖിയാണ് ഇതിന്റെ ട്രസ്റ്റി. ഈ ട്രസ്റ്റിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ഇയാളുടെ നിയന്ത്രണത്തിലും. വളരെ വേഗത്തിൽ ട്രസ്റ്റ് വലിയൊരു ശൃംഖലയായി തന്നെ മാറി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹ്യ സ്ഥാപനങ്ങളും അടക്കം ഇവർ ഇതിന് പിന്നിൽ സൃഷ്ടിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഭീകരതയും അവർ ഊട്ടി വളർത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. 2014-2015 മുതലുള്ള സ്ഥാപനത്തിന്റെ ആദായ നികുതി പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്, കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2014-15 15-16 30.89 കോടി രൂപയും 29.48 കോടി രൂപയും സംഭാവനയായി കിട്ടിയിട്ടുള്ളത്. അതായത് 2 സാമ്പത്തിക വർഷത്തിൽ ലഭിച്ചത് ഏകദേശം 60 കോടി രൂപയോളം അടുത്ത്. ഇത്തരത്തിൽ 2018 മുതൽ വരുമാനത്തിൽ കുത്തനെയുള്ള വർധനവുണ്ടായി. അതായത് 18-19 24 കോടിയാണെന്നുണ്ടെങ്കിൽ 24-25 അത് 80 കോടി രൂപയായിട്ടാണ് വരുമാനം മാറിയിരിക്കുന്നത്. ചെറിയൊരു വർധനവല്ല, കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള നേട്ടം. 3 ഇരട്ടിയിലധികം സംഭാവന എങ്ങനെയാണ് അൽഫലയ്ക്ക് കുമിഞ്ഞുകൂടിയത്? ഇതാണ് സംശയം. 7 വർഷത്തിനുള്ളിൽ ഉയർന്നത് 415 കോടി രൂപയായി. അതുകൊണ്ട് തന്നെയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം അതൊക്കെ തന്നെ സംശയനിഴലായി മാറുന്നത്. ട്രസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് ഏജൻസികൾ അന്വേഷിക്കുകയാണ്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ അതിലേക്ക് ആർക്കും സംഭാവന ചെയ്യാം, അതിനെ ചോദ്യം ചെയ്യാനായി ആരും എത്തില്ല എന്നുള്ള ധൈര്യമായിരുന്നു ഇത്രയും കാലം ഇവരെ നയിച്ചത്. അനധികൃതമായി വിദേശ ഫണ്ട് ട്രസ്റ്റിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ അൽഫല സർവകലാശാലയിലെ ഒട്ടനവധി ആളുകളെ, ഡോക്ടർമാരെ കാണാതായി എന്നാണ് റിപ്പോർട്ട്. ജീവനക്കാരെ കണ്ടെത്താൻ ഹരിയാന DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉറപ്പായും സ്ഫോടനവുമായി ഇവർക്ക് ബന്ധമുണ്ടായിരിക്കും, അതല്ലെങ്കിൽ സ്ഫോടനം നടത്തിയവരെ സഹായിച്ചവരായിരിക്കും. ഇക്കാര്യം തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം തേടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കശ്മീരിൽ നിന്നുള്ള ഭീകരവാദ ബന്ധമുള്ള ഡോക്ടർ ദമ്പതികളെ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അൽഫല സർവകലാശാല NAC അക്രഡിഷൻ ഉണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു ഇത്രയും കാലം ഇത്രയധികം പണം തട്ടിയത്. UGC നിയമത്തിലെ സെക്ഷൻ 12B അനുസരിച്ച് അംഗീകാരമുണ്ടെന്ന് തെറ്റായി പ്രചരിപ്പിക്കുകയും അതിലൂടെ ധനസമാഹരണം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമാണ് സ്ഥാപനത്തിനെതിരെ EDയും അന്വേഷണം തുടങ്ങിയത്. സർവകലാശാല ഒരു സംസ്ഥാന സ്വകാര്യ സർവകലാശാല എന്ന നിലയിൽ സെക്ഷൻ 2F പ്രകാരമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 12B പ്രകാരമുള്ള ഗ്രാന്റുകൾ ഒരിക്കലും അർഹത നേടിയിട്ടില്ല എന്ന് പിന്നീട് UGC തന്നെ പറയുന്നു. അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്നും മുഴുവൻ ഫീസും സർവകലാശാല പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വ്യാജ അംഗീകാരം കൊടുത്ത് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ഈ സർവകലാശാല ഇത്രയും കാലം പ്രവർത്തിച്ചത്. കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. PMLA അന്വേഷണത്തിനിടയിൽ സർവകലാശാല പൊതുജനങ്ങളെ വഞ്ചിച്ചുവെന്നും വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീസ് വ്യക്തിപരവും സ്വകാര്യവുമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകളടക്കം ED സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിലാണ് ഏറ്റവും ഒടുവിൽ അൽഫല സ്ഥാപനങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതും വ്യാപകമായ ക്രമക്കേടുകളും ഇതിന്റെ പണസ്രോതസ്സും ഒക്കെ തന്നെ അന്വേഷണ വിധേയമാക്കിയത്. സ്ഫോടനത്തിന്റെ മുഖ്യ കണ്ണിയായ ഡോക്ടർ ഉമർ മുഹമ്മദ്, കൂട്ടാളികളായ ഷഹീൻ സയ്യിദ്, മുസമ്മിൽ ഷക്കീൽ, ആദിൽ റാത്തർ എന്നിവർ അൽഫല ആസ്ഥാനത്തായിരുന്നു ജോലി ചെയ്തത്. ഇവരെയൊക്കെ തന്നെ കണക്ട് ചെയ്യുന്ന ലിങ്ക് കൂടിയായിരുന്നു അൽഫല. ഉമർ മുഹമ്മദ് സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിനായി സർവകലാശാല ലാബിൽ നിന്നായിരുന്നു രാസവസ്തുക്കൾ കടത്തിയത്. ഡൽഹിയിൽ നടന്ന ഈ ചാവേർ ആക്രമണത്തിൽ ഏറ്റവും ഒടുവിലുണ്ടായ ഒരു ചോദ്യം, ഭീകരനായ ഉമർ മുഹമ്മദ് എന്തിനു വേണ്ടി ചെങ്കോട്ടയിലെ കാർ പാർക്കിങ്ങിൽ അത്രയും സമയം കാത്തുനിന്നു എന്നുള്ളതാണ്. എന്തെന്നാൽ ഉമർ മുഹമ്മദ് കാർ പാർക്കിങ്ങിൽ വെച്ചായിരുന്നു ബോംബ് അസംബ്ലി ചെയ്തതെന്നാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. സ്ഫോടനത്തിന് മുൻപ് തന്നെ ഉമറിന്റെ നീക്കങ്ങൾ മാപ്പ് ചെയ്യുന്നതിനിടയിൽ ഏറ്റവും പ്രധാനമായി ചോദിച്ച ഒരു ചോദ്യം, 3 മണിക്കൂർ എന്തിന് പാർക്കിങ്ങിൽ ചിലവഴിച്ചു, കാറിലിരുന്നു? സ്ഫോടനത്തിന് മുന്നേ തന്നെ ഉമറിന്റെ നീക്കങ്ങൾ കൃത്യമായി കണ്ടെത്തിയിരുന്നു. വൈകുന്നേരം 3:19 പാർക്കിങ്ങിലേക്ക് വാഹനം ഓടിച്ചെത്തി. 6:28 എത്തിയതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. വൈകുന്നേരം 6:52 സ്ഫോടനവുമുണ്ടായി. പാർക്കിംഗ് സ്ഥലത്തുണ്ടായിരുന്ന സമയത്ത് ഉമർ ഒരിക്കൽ പോലും കാറിൽ നിന്നും പുറത്തിറങ്ങിയില്ല. അപ്പോൾ കാറിൽ എന്തോ ഉമർ ചെയ്യുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഡൽഹിയിലെത്തിയതിനു ശേഷം ഉമർ തന്റെ ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മയൂർ വിഹാർ, കൊണാട്ട് പ്ലേസ് എന്നിവിടങ്ങളിലായിരുന്നു ഉമർ വാഹനമോടിച്ച് ഓൾഡ് ഡൽഹിയിലേക്ക് എത്തിയത്. ഏറ്റവും ഒടുവിൽ സ്മാരകത്തിന്റെ പ്രതീകാത്മക പ്രാധാന്യം കണക്കിലെടുത്താണ് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്പേസിൽ തന്നെ സ്ഫോടനം നടത്താൻ തീരുമാനിച്ചത്. തിങ്കളാഴ്ച ആയതുകൊണ്ടും ചെങ്കോട്ട സന്ദർശകർക്ക് അടച്ചിട്ടതുകൊണ്ടും ഉമറും അദ്ദേഹത്തിന്റെ ഹാൻഡ്ലർമാരും അത് മനസ്സിലാക്കിയിരുന്നില്ല. പാർക്കിംഗ് ഏരിയ മിക്കവാറും ഒഴിഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പാർക്കിംഗ് സ്ഫോടന പദ്ധതി പിന്നീട് മാറ്റിവെച്ചു. ശേഷം അദ്ദേഹത്തിന്റെ സഹായികളും തിരക്കേറിയ നേതാജി സുഭാഷ് മാർഗിൽ സ്ഫോടനം നടത്താൻ തീരുമാനിച്ചു. അവിടെ ഒരു വശത്ത് ചെങ്കോട്ടയും മറുഭാഗത്താകട്ടെ ചാന്ദിനി ചൗക്കുമാണ് ഏറ്റവും തിരക്കേറിയ മേഖല. അങ്ങനെ ആ 3 മണിക്കൂർ സ്ഫോടക വസ്തുക്കൾ കൂട്ടിച്ചേർക്കാനായി പാർക്കിങ്ങിൽ സമയം ചെലവഴിച്ചു. പൂർത്തീകരിച്ച ശേഷം പാർക്കിംഗ് സ്ഥലം വിട്ടിറങ്ങി. റോഡിലേക്ക് കയറി താമസിക്കാതെ 13 പേരുടെ മരണത്തിനും 20 പേർക്ക് പരിക്കേൽക്കാനും കാരണമായ സ്ഫോടനവും ഉണ്ടാക്കി. ഫരീദാബാദിൽ നിന്നും 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് തന്റെ കൂട്ടാളികളായ ഡോക്ടർമാരായ മുസമ്മിൽ ഷഹീനും അറസ്റ്റിലായതോടെയാണ് ഉമർ പരിഭ്രാന്തിയിലായത്. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്റെ അടുത്തെത്താൻ ഇനി തുച്ഛമായ സമയം മാത്രമേ ഉള്ളൂവെന്ന് ഇയാൾ മനസ്സിലാക്കി ഭയപ്പെട്ടു. അത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ താനെങ്കിലും സ്ഫോടനം നടത്തണമെന്ന് തീരുമാനിച്ചു. പെട്ടെന്നുള്ള ഒരു പദ്ധതി തയ്യാറാക്കി സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി തലസ്ഥാനത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ഉമർ.